ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാം. ഇതിൻ്റെ സോസൊക്കെ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ മഞ്ചൂരിയൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോഗ്രാം ചിക്കനാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണിത്. എല്ലോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വരെ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്ററാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് വരെ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. 2 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വരെ തക്കാളി അരച്ചതും കൂടി ചേർക്കാം. ഈ തക്കാളി ഞാൻ കുരുവും തൊലിയൊന്നും കളയാതെ തന്നെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ 1/4 കപ്പ് തക്കാളി അരച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ടാണ് ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മളിതിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മുഴുവൻ ഫ്രൈങ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഒരു ഭാഗം റെഡിയായി കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. മുഴുവൻ ചിക്കനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ വശവും കൂടി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. എന്നിട്ട് മറ്റേ വശവും കൂടി ഫ്രൈ ആയി കഴിയുമ്പോൾ ഫ്രൈ ആവാത്ത വശങ്ങളൊക്കെ ഇതുപോലെ നോക്കിയിട്ട് തിരിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്നും മാറ്റാം. ചിക്കൻ മുഴുവൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വരെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണയിലേക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റി ഒന്ന് കളറ് മാറിയിട്ട് വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത് ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ക്യാപ്സിക്കവും സവാളയും കൂടി ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഇതുപോലൊന്ന് ഇളക്കിയെടുക്കാം. കൂടുതൽ സമയം വെച്ചിട്ട് നല്ലോണം ഒന്നും വാടി വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതിൽ എണ്ണ കുറവായതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം. ക്യാപ്സിക്കവും സവാളയൊക്കെ കുറച്ചൊന്ന് സോഫ്റ്റായി മാറിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സോസ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
സോസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് ഉള്ള മഞ്ചൂരിയൻ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. കുറച്ച് ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഒരു അരക്കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നല്ല ഗ്രേവിയോട് കൂടിയിട്ട് കിട്ടും. സോസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സോസ് ചേർത്ത് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് വേണം ചിക്കൻ ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് 2-3 മിനിറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പിയിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ഉപയോഗിച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാൻ മാത്രമല്ല, അതും കൂടി ചേർത്തിട്ട് കഴിക്കുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്സ് ഇതുപോലെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സോസൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്